മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി.എൻ. സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷനായി. അന്തിക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N. രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക ജയശ്രീ, LP സ്കൂളിലെ പ്രധാനാധ്യാപിക ജോസി, LP സ്കൂൾ PTA പ്രസിഡന്റ് സലീഷ്, സുനിത സുനോജ്, AR മോഹനൻ, ഗിരീഷ് ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ നടക്കുന്നില്ലല്ലോ എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇത്തരം ബോംബുകൾ ഇല്ലല്ലോ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ മാറ്റിമറിച്ചു തരാം. നിങ്ങളുടെ ഇത് നാട്ടിൽ മുഴുവൻ മാത്രമേ നടക്കൂ, നമ്മൾക്കിടയിൽ നടക്കില്ല എന്നുള്ള വിശ്വാസമാണെങ്കിൽ അത് നിങ്ങൾ എടുത്തു മാറ്റിവെച്ചു. ഇനി നിങ്ങൾക്കിടയിലും അതുപോലുള്ള ബോംബുകൾ പൊട്ടാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ പൊട്ടലും ചേച്ചിലും നിങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ചേച്ചി തന്നെ സംഭവിച്ചു ഇല്ലേ? സംഭവിച്ചില്ലേ? സംഭവിച്ചു. വരാൻ പോണേ ഉള്ളൂ. നമ്മൾ അനുഭവിക്കാൻ പോകണേ ഉള്ളൂ. നമ്മൾ കുറേ അനുഭവിക്കാനുണ്ട്. അപ്പോ അതുപോലെ തന്നെ കാർട്ടൂൺ റീചാർജ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് മാത്രം ആലോചിച്ച് നോക്കിയാൽ, ഒരു കാർട്ടൂൺ റീചാർജ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് 4ാം ക്ലാസ്സുകാരൻ അതായത് ബാത്റൂമിൽ കയറിയിട്ട് ചെന്നൈയിൽ കയറ് കൊളുത്തി ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ 4 മാസമായ 2 ആഴ്ച മുമ്പുണ്ടായിരുന്നു പത്രത്തിൽ 1ാം ക്ലാസ്സുകാരൻ ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു. കാർട്ടൂൺ റീചാർജ് അല്ലേ? കാർട്ടൂൺ. അപ്പം നിങ്ങൾ വിചാരിച്ചു സ്കൂൾ വിട്ട് വന്നാൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെ കാണട്ടെ, ചായയും കടിയും എല്ലാം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടുത്തിരിക്കണവൻ്റെ മൂക്കിനെ ഇടിച്ച് പച്ചിറക്കി. ഭാഷ ചോദിച്ചത് എന്താണ് കാണിച്ചപ്പോൾ അത് ഞാൻ ഷിഞ്ചനാണെന്ന് തോന്നി. ഷിഞ്ചൻ്റെ അടിമപ്പെട്ടിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ നിങ്ങളുണ്ടാവും.